So, the question is, find the DFT of the sequence x of n is equal to 1, 1, 0, 0. അപ്പോൾ തന്നേക്കുന്നത് ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതിൽ നിന്ന് സിഗ്നൽ എടുക്കുക, അതിന്റെ ഓരോ സിഗ്നലിന്റെ വാല്യൂസ് എടുത്തെഴുതുക. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 1, 0, 0 എന്ന് തന്നാൽ നമുക്കറിയാം 4 എലമെന്റ്സ് ഉണ്ട്. നമുക്കതിൽ എക്സ് ഓഫ് 0 ഈക്വൽ ടു 1, എക്സ് ഓഫ് 1 is equal to 1, x of 2 is equal to 0 and x of 3 is equal to 0. So, ഇത് x of 0, x of 1, x of 2, x of 3. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതാവുന്നതാണ്. സോ കണ്ടുപിടിക്കേണ്ടത് DFT ആണ്, ഡിസ്ക്രീറ്റ് ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഗിവൺ ഡിസ്ക്രീറ്റ് സിഗ്നൽ. സോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇക്വേഷൻ എടുത്തെഴുതുക. സോ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് ദ DFT ഓഫ് എ സീക്വൻസ് എന്താണ്? ഓൾറെഡി പറഞ്ഞതാണ്. DFT ഓഫ് എക്സ് ഓഫ് n is equal to sigma n is equal to 0 to capital N minus 1 x of n into e raised to minus j 2 pi k n by capital N. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ട്യൂഡൽ ഫാക്ടറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്താൽ DFT ഓഫ് എക്സ് ഓഫ് എൻ നമ്മൾ എക്സ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ സ്മോൾ എൻ ഇസ് ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇൻറ്റു W n raised to ക്യാപിറ്റൽ N റേസ് ടു സ്മോൾ കെ സ്മോൾ n. സോ ഈ ഒരു ടേമിനെയാണ് നമ്മൾ ട്യൂഡൽ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ DFT കണ്ടുപിടിക്കാൻ. അതായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. സോ നമുക്കിവിടെ 4 എലമെന്റ്സ് ആണ് ഉള്ളത്. സോ നമുക്ക് 4 പോയിന്റ് DFT ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. 4 പോയിന്റ് DFT ആണെങ്കിൽ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 4 ആൻഡ് the values of small n and small and small k varies from 0 to n minus 1 ആണ്. So that is 0 to 3. K also varies from 0 to 3. So ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എടുത്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് ഓഫ് കെ is equal to sigma n is equal to 0 to n minus 1 is 3. So sigma n is equal to 0 to 3 x of n into W 4 raised to kn. So ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് x of k ആണ് ഈ ഇക്വേഷൻ തരുന്നത്. നമുക്ക് എന്തൊക്കെ വേണം? x of 0 വേണം, x of 1 വേണം, x of 2 വേണം, x of 3 വേണം. ബിക്കോസ് കെയുടെ വാല്യൂ വേരീസ് ഫ്രം 0 to 3. സോ കെക്ക് 0 കൊടുക്കുക, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, 1 കൊടുക്കുക കണ്ടുപിടിക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക കണ്ടുപിടിക്കുക. അപ്പൊ 4 ഡിസ്ക്രീറ്റ് വാല്യൂസ് കിട്ടും. അത് നമ്മൾ സിഗ്നലിന്റെ ഫോമിൽ എഴുതുക. അതായിരിക്കും നമ്മുടെ റിക്വയർഡ് 4 പോയിന്റ് DFT ഓഫ് ദി ഗിവൺ സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യാം. സോ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് എഴുതി പോവാ. ഫസ്റ്റ് put k is equal to 0. Then we will get x of 0 equal to sigma n is equal to 0 to 3 x of n into W 4 raised to k into n ആണ്. ഇവിടെ k എന്താണ്? 0 ആണ്. So 0 into n. That will become sigma n is equal to 0 to 3 x of n into W4 raised to 0. Then ഇത് സിഗ്മ സമ്മേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എന്നിന് 0 to 3 വരെ കൊടുത്ത് ആഡ് ചെയ്യുക. സോ n വരുന്ന ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് n ആണ്. സോ എക്സ് ഓഫ് എന്നിൽ എന്നിന്റെ വാല്യൂ 0 കൊടുക്കുക, പ്ലസ് എന്നിന്റെ വാല്യൂ 1 കൊടുക്കുക, അങ്ങനെ സമ്മേഷൻ ചെയ്യുക. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് 0 into W4 raised to 0 പ്ലസ് എക്സ് ഓഫ് 1 into W4 raised to 0 plus x of 2 into W4 raised to 0 plus x of
3 into W4 raised to 0. ഇനി ഇതില് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എടുത്ത് എഴുതിയതാണ്. പിന്നെ വേണ്ടത് W4 0യുടെ വാല്യൂ ആണ്. സോ W4 0 എന്ന് പറയുന്നത് ട്യൂഡൽ ഫാക്ടറിലെ ഒരു എലമെന്റ് ആണ്. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. So this element, this value will be 1, this one minus 1, and this is j, this is minus j. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ട്യൂഡൽ ഫാക്ടറിന്റെ വാല്യൂസ് മാർക്ക് ചെയ്ത് പോകേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ DFT കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സർക്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനിഷ്യൽ പോയിന്റിൽ നിന്നാണ്. സോ ഇവിടെ നമുക്ക് W4 0 ആണെങ്കിൽ this value will be W4 1, this will be W4 2, W4 3, again W4 4, W4 5, W4 6, W4 7. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ നമുക്ക് ആവശ്യമുള്ള വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. W4 0 ആണ് വേണ്ടെങ്കിൽ അത് എവിടെയാണോ വരുന്നത് അവിടുത്തെ വാല്യൂ ഏതാണോ അതെടുക്കുക. സോ ഇവിടെ 1 ആണ്. സോ W4 0യുടെ വാല്യൂ 1 ആണ്. W4 2 ആണ് വേണ്ടെങ്കിൽ W4 2 എവിടെയാണ് വരുന്നത് നോക്കുക, അവിടുത്തെ കറസ്പോണ്ടിങ് വാല്യൂ ആയ -1 എടുക്കുക. ഇങ്ങനെയാണ് ട്യൂഡൽ ഫാക്ടറിന്റെ വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അത് കുറെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറയുന്നത്. സോ നമുക്കിവിടെ ഇക്വേഷനിൽ വേണ്ട എന്താണ്, W4 0 മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ വാല്യൂ 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഓഫ് 0 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 3 ഇൻറ്റു 1. സോ ഈ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയതാണ്. എക്സ് ഓഫ് 0 1 ആണ്. സോ 1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 1 is also 1. So 1 into 1 plus remaining two values are 0. So 0 into 1 plus 0 into 1. Final answer will be 1 plus 1 plus 0 plus 0 equal to 2. So ഈ കിട്ടിയ വാല്യൂ എന്താണ്, എക്സ് ഓഫ് 0. അതായത് നമ്മുടെ DFT 4-point DFTയുടെ ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ ആണ് ഈ കിട്ടിയത്. സോ ഇങ്ങനെയാണ് ബാക്കി 3 വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Now k is equal to 1 കൊടുക്കുക. Then we will get x of 1. Equation will be sigma n is equal to 0 to 3 x of n into W4 raised to kn ആണ്. kയുടെ വാല്യൂ 1 ആണ്. സോ 1 into n. ഇനി എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. x of 0 into W4 raised to 0 ഇതിന്റെ വാല്യൂ 0 പ്ലസ് x of 1 into W4 raised to 1 plus x of 2 into W4 raised to 2 plus x of 3 into W4 raised to 3. അതായത് n എവിടേക്ക് വരുന്നു അവിടേക്ക് ഈ ഒരു സമ്മേഷന്റെ വാല്യൂസ് കൊടുത്ത് സം ചെയ്യാം. ദെൻ ആൻസർ കിട്ടാൻ വേണ്ടി എന്ത്, എക്സ് ഓഫ് 0യുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 ആണ്. 1 into W4 raised to 0 ഓൾറെഡി നമുക്കറിയാം 1 ആണ്. പ്ലസ് എക്സ് ഓഫ് 1 is also 1 and W4 1ന്റെ വാല്യൂ നേരത്തെ വരച്ച സർക്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം. W4 1ന്റെ വാല്യൂ എന്താണ്, -j ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് എക്സ് ഓഫ് 2 is 0. ബാക്കി കണ്ടുപിടിക്കേണ്ട, പക്ഷേ W4 2ന്റെ വാല്യൂ എഴുതുക -1 ആണ്. സിമിലർലി എക്സ് ഓഫ് 3 is also 0. 0 into W4 raised to 3 എന്ന് പറയുന്നത് j ആണ്. സോ ആൻസർ വിൽ ബി 1 minus j plus 0 plus 0 is equal to 1 minus j. So നമ്മുടെ DFTയുടെ സെക്കൻഡ് ടേം is 1 minus j. അതേപോലെ എന്ത് ചെയ്യുക, k is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then we'll get x of 2 is equal to sigma n is equal to 0 to 3 x of n into W4 raised to k is equal to 2 ആണ്. സോ kn-ൽ kക്ക് പകരം 2 കൊടുക്കുമ്പോൾ 2n എന്ന് വരും. എക്സ്പാൻഡ് ചെയ്യാം. x of 0 into
W4 raised to 0 plus x of 1 into W4 raised to എന്ത് വരും 2 into 1. So 2 വരും plus x of 2 into W4 raised to 2 into 2 4 വരും plus x of 3 into W4 raised to 2 into 3 6. So അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് x of 0 1 ആണ് 1 into W4 raised to 0 എത്രയാണ് 1 ആണ്. So 1 into 1 plus x of 1 is 1 into W4 raised to 2 ന്റെ വാല്യൂ minus 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു plus x of 2 ന്റെ വാല്യൂ 0 ആണ്. then W4 raised to 4 എത്രയാണ് again ഇവിടെ 4 ആണ് again 1 വരും plus x of 3 is also 0 0 into W4 raised to 6 എത്രയാണ് minus 1. so 1 minus 1 is equal to 0. So last term k is equal to 3 substitute here. Then we will get x of 3 is equal to sigma k, n is equal to 0 to 3 x of n into W4 raised to kn ആണ് kയുടെ വാല്യൂ 3 ആണ്. So 3 into n. Expand ചെയ്യുക x of 0 into W4 raised to 0 plus x of 1 into W4 raised to 3 into 1 ആണ് 3 വരും plus x of 2 into W4 raised to 3 into 2 ആണ് 6 വരും plus x of 3 into W4 raised to 3 into 3 9. again values substitute ചെയ്യുക x of 0 യുടെ വാല്യൂ 1 ആണ് 1 into 1 plus x of 1 ന്റെ വാല്യൂ 1 ആണ് 1 into W4 raised to 3 is j plus x of 2 ന്റെ വാല്യൂ 0 0 into W4 raised to 6 ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ minus 1 ആണ് again 0 into W4 raised to 9 എന്ന് പറയുമ്പോൾ 7 8 9 ഇവിടെ വരും so minus j. ഇത് 0 into വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഞാൻ ഈ ഒരു പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. സോ 1 പ്ലസ് ജെ ബാക്കി രണ്ട് വാല്യൂസ് 0. സോ നമുക്ക് 4 വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. സോ ഈ വാല്യൂസ് എന്ത് ചെയ്യുക ഡിസ്ക്രീറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. സോ ഫൈനൽ ഡി എഫ് ടി എക്സ് എഫ് കെ ഇസ് ഈക്വൽ ടു നമുക്ക് കെ ഇസ് ഈക്വൽ ടു 0യിൽ കിട്ടിയ വാല്യൂ എത്രയാണ് എക്സ് എഫ് 0 എക്സ് എഫ് 1 എക്സ് എഫ് 2 എക്സ് എഫ് 3 ക്യാപിറ്റൽ ആണ്. സോ കിട്ടിയ ഓരോ വാല്യൂസ് എഴുതുക. എക്സ് എഫ് 0 കിട്ടിയത് 2 ആണ്. സോ 2 ദെൻ എക്സ് എഫ് 1 കിട്ടിയത് എന്താണ് എക്സ് എഫ് 1 കിട്ടിയത് 1 മൈനസ് ജെ ആണ്. എക്സ് എഫ് 2 കിട്ടിയത് 0 ആണ്. അഗെയിൻ എക്സ് എഫ് 3 കിട്ടിയത് 1 പ്ലസ് ജെ ആണ്. സോ ഇതാണ് ഫൈനൽ 4-point DFT of the given signal x of n. ഓക്കെ, നമ്മൾ ഈ ചെയ്ത പ്രോബ്ലം സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇങ്ങനെയാണ് 5 മാർക്കിന് ചോദിച്ചാൽ ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ സെയിം DFT കണ്ടുപിടിക്കാനായിട്ട് വരും, വേറെ കൈൻഡ് ഓഫ് പ്രോബ്ലത്തിന്റെ ഉള്ളിലായിട്ട് വരും. അപ്പൊ ആ സമയത്ത് ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്യാന്ന് പറയുന്നത് ടൈം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ ആ സമയത്ത് നമുക്കിത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻസ് തന്നെ അത് മെട്രിക്സ് ഫോമിലോട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള പ്രോബ്ലംസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഒരു DFT കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെട്രിക്സ് മെത്തേഡ് എഴുതി ചെയ്താൽ അതിന്റെ മാർക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. സോ അത് ശ്രദ്ധിക്കുക. സോ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 ആ എഴുതിയ 4 ഇക്വേഷൻസ് എടുത്ത് എഴുതിയതാണ്. സോ എക്സ് ഓഫ് 0 നമ്മൾ ചെയ്ത് തന്നപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 W4 raised to 0 പ്ലസ് എക്സ് ഓഫ് 1 W4 raised to 1 നമ്മൾ കിട്ടിയ ഇക്വേഷൻ എഴുതി. അതേപോലെ എക്സ് ഓഫ് 1 എഴുതി, എക്സ് ഓഫ് 2 എഴുതി, എക്സ് ഓഫ് 3 എഴുതി. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് 4 നോക്കിയാൽ മനസ്സിലാവും അതിലൊരു പാറ്റേൺ ഉണ്ട്. സോ ഇതിന്റെ എല്ലാ ഇക്വേഷൻസിലും കോമൺ ആയിട്ട് നമുക്ക് വേരിയബിൾസ് വരുന്ന എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 അതായത് തന്നേക്കുന്ന സിഗ്നൽസ് ആണ് വരുന്നത്. അതിന്റെ എല്ലാം കോഎഫിഷ്യൻസും ഉണ്ട്. കോഎഫിഷ്യൻസ് എല്ലാം ട്വിഡിൽ ഫാക്ടറിന്റെ ടേംസും ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ കോളം മെട്രിക്സ് ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 എഴുതുക. ദെൻ ഫസ്റ്റ് റോയിൽ വരുന്ന എന്താണ്
W4 0, W4 0, W4 0. So അതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ വരുന്നത് W4 0, W4 1, W4 raised to 2, W4 raised to 3. തേർഡ് റോയിൽ W4 raised to 0, 2, 4, 6 ആൻഡ് അടുത്ത് W4 raised to 0, 3, 6, 9. സോ ആ ഒരു പാറ്റേണിലാണ് ട്വിഡൽ ഫാക്ടർ വരുന്നത്. ഇൻറ്റു എക്സ് ഓഫ് 0, ഇവിടെ എല്ലാം എക്സ് ഓഫ് 0 ആണ്, ഇതെല്ലാം എക്സ് ഓഫ് 1 ആണ്, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. സോ അത് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? ഈ ഇക്വേഷൻ തന്നെ കിട്ടും. സോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ മാട്രിക്സ് ഫോമിലോട്ട് റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ വാല്യൂസ് ആണ്, എക്സ് ഓഫ് കെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ് ഓഫ് സ്മോൾ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 എവിടെ കാണും? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. സോ പിന്നെ വേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഈ ട്വിഡൽ ഫാക്ടറിന്റെ എലമെന്റ്സ് ആണ്. അത് നമുക്ക് സർക്കിൾ വരച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഈ മെട്രിക്സിൽ എഴുതി ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ ആ ഒരു മെത്തേഡ് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ബട്ട് അത് ഡയറക്റ്റ് DFT കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസിൽ യൂസ് ചെയ്ത് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ ഇത്രയാണ് ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെ DFT 4 പോയിന്റ് DFT കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്.